നഗരത്തിൽ നിന്ന് കുറച്ചു മാറിയാണ് സൂര്യകാലടി മന. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് സൂര്യകാലടി മനയെക്കുറിച്ചുള്ള കഥയുള്ളത്. ഒരിക്കൽ കാലടി മനയിലെ ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ നമ്പൂതിരിയും തൃശൂർ പൂരം കാണാൻ പോയി. യക്ഷിപ്പറമ്പ് കഴിഞ്ഞു വേണമായിരുന്നു അവർക്ക് പോകാൻ. സമയം അപ്പോൾ രാത്രിയോടടുത്തിരുന്നു. ആ സമയത്ത് സുന്ദരികളായ 2 യുവതികൾ അവർക്ക് സമീപത്തേക്ക് വരികയും അസമയത്ത് അതിലൂടെയുള്ള യാത്ര അപകടമാണെന്നും തങ്ങളുടെ മനയിൽ താമസിച്ച് നാളെ കാലത്ത് യാത്ര തിരിക്കാമെന്നും പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരിയും ഭട്ടതിരിയും യുവതികളെ അനുഗമിച്ചു. നിത്യവും ദേവി മഹാത്മ്യം ചൊല്ലുന്ന ശീലമുള്ള ആളായിരുന്നു നമ്പൂതിരി. അന്ന് രാത്രിയും തന്റെ കയ്യിലുണ്ടായിരുന്ന ദേവി മഹാത്മ്യം ചൊല്ലി പുസ്തകം അരികിൽ തന്നെ വെച്ചിരുന്നു. ആ സമയത്താണ് യുവതി മുറിയിലേക്ക് കയറി വരുന്നത്. വന്നപ്പോൾ തന്നെ നമ്പൂതിരിയുടെ സമീപത്തായി ഇരിക്കുന്ന ദേവി മഹാത്മ്യ പുസ്തകം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. സംശയം തോന്നിയ നമ്പൂതിരി ദേവി മഹാത്മ്യം കയ്യിലെടുത്തു. ആ സമയത്ത് അപ്പുറത്തെ മുറിയിൽ നിന്നും മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ദേവി മഹാത്മ്യം നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്പൂതിരിയെ യക്ഷിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നപ്പോഴാണ് താനൊരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായത്. അവിടെ നിന്നും ഇറങ്ങിയ നമ്പൂതിരി തൊട്ടപ്പുറത്തുള്ള കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരി അന്വേഷിച്ചു ചെന്നപ്പോൾ തലമുടിയും രക്തത്തുള്ളികളും എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് കാണാൻ സാധിച്ചത്. തിരിച്ചുപോയ നമ്പൂതിരി ഭട്ടതിരിയുടെ മനയിലെത്തി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഭട്ടതിരിയുടെ ഭാര്യ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് അവൻ തന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിച്ചു. ഭട്ടതിരിയുടെ ഭാര്യ നടന്ന സംഭവങ്ങളെല്ലാം മകനോട് വിവരിച്ചു. പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിലുറപ്പിച്ച ആ ബാലൻ സൂര്യനെ തപം ചെയ്ത് ഉഗ്രവിദ്യകൾ സ്വായത്തമാക്കി. സൂര്യനെ തപസ് ചെയ്ത ആ ബാലൻ പിന്നീട് സൂര്യ ഭട്ടതിരി എന്നും കാലടിമന പിന്നീട് സൂര്യകാലടിമന എന്നും അറിയപ്പെട്ടു. ഭഗവാൻ നൽകിയ വരങ്ങളാൽ അജയനായ ബാലൻ തന്റെ മന്ത്രസിദ്ധിയാൽ തന്റെ പിതാവിനെ വധിച്ച യക്ഷിയെ മാന്ത്രിക വിദ്യയാൽ മുന്നിലെത്തിക്കുകയും കത്തുന്ന ഹോമകുണ്ടത്തിൽ ഹോമിച്ച് മനയുടെ പുറത്ത് ദേവതാരൂപത്തിൽ കുടിയിരുത്തുകയും ചെയ്തു.